ശബരിമല വിഷയത്തിൽ തന്ത്രങ്ങളുമായി ഭരണ പ്രതിപക്ഷ നേതാക്കൾ. പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചാൽ ചർച്ചയ്ക്ക് ഭരണപക്ഷം തയ്യാറെടുത്തിരുന്നു. എന്നാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ ചോദ്യോത്തര വേളയിൽ തന്നെ വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുകയായിരുന്നു. പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന് മന്ത്രി MP രാജേഷ് ആരോപിച്ചു. എന്നാൽ മുൻപ് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയപ്പോൾ ഭരണപക്ഷമാണ് ഒളിച്ചോടിയതെന്ന് VD സതീശന്റെ മറുപടി. ഭയമാണ് ആ ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് ട്രെൻഡിലേക്ക് ഇറക്കിയിട്ടുള്ളത്, പ്ലക്കാർഡുമായിട്ട് നാടകത്തിന് ഇറക്കിയിട്ടുള്ളത്. ഇത് ഈ നാട് മുഴുവൻ കാണും. ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ 250 പ്രകാരം ചർച്ചയ്ക്ക് തയ്യാറാവുകയല്ലേ ചെയ്യേണ്ടത്. ചർച്ച ഈ സന്ദർഭത്തിൽ നടത്തിയപ്പോഴെല്ലാം പ്രതിപക്ഷത്തിന് ഒളിച്ചോടേണ്ടി വന്നിട്ടുണ്ട്, ഇറങ്ങി ഓടേണ്ടി വന്നിട്ടുണ്ട് ഈ സഭയിൽ നിന്ന് എന്നുള്ളതാണ് അനുഭവം. ഭീരുത്വത്തിന്റെ ലജ്ജയില്ലാത്ത പ്രദർശനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിണ്ണമെടുക്കാണ് പ്രതിപക്ഷം സഭയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള CPM നേതൃത്വം അറിഞ്ഞിട്ടുണ്ട്. ആ നേതൃത്വം അറിഞ്ഞിട്ടും വീണ്ടും ഒന്നുകൂടി കൊള്ള നടത്തിയാൻ 24-ലും 25-ലും നടത്തിയ ശ്രമമാണ്. അതുകൊണ്ടാണ് മന്ത്രി വാസവൻ രാജിവെക്കണം. ഇനിയും ഇതിൽ ഉത്തരവാദികളായ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ചർച്ച എന്നല്ല ആവശ്യം, ഒരു ചർച്ചയുടെ ആവശ്യമില്ല, ഇത് മുഴുവൻ ചർച്ച ചെയ്തതാണ്. അമൽ തേലംപറമ്പിൽ ഒരിക്കൽ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം N. വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കാൻ പോവുകയാണ്. അതായത് പരമോന്നത കോടതിയുടെ മുന്നിൽ നിൽക്കുകയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള. ആ ദിവസം അടിയന്തര പ്രമേയത്തിൽ എന്തുകൊണ്ട് പ്രതിപക്ഷം ഇത് അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നില്ല എന്ന് എങ്ങനെയാണ് ഭരണപക്ഷം ചോദിക്കുക? നേരത്തെ കൊണ്ടുവന്നപ്പോൾ കോടതി പരിഗണിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാതെ വിട്ടതല്ലേ? ഒരു വട്ടം ഈ വിഷയം സഭയ്ക്ക് മുന്നിലേക്ക് എത്തിയതാണ്. ഒരു വട്ടമല്ല, പലവട്ടം എത്തിയതാണ്. ഈ പ്രസംഗങ്ങളിലും മറ്റുമൊക്കെ തുടർച്ചയായി തന്നെ പ്രതിപക്ഷത്തു നിന്നും ഈ വിഷയം ഭരണപക്ഷത്തിനെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കപ്പെട്ടതാണ്. നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകി സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണം, അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ് എന്നുള്ളതായിരുന്നു തിരുവഞ്ചൂരിന്റെ ആവശ്യം. പക്ഷേ സാധാരണ നിലയിൽ നമ്മൾ കാണുന്നത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ നോട്ടീസ് ചർച്ചയ്ക്ക് എടുക്കണോ വേണ്ടയോ എന്നറിയാൻ അതിന് മുൻപ് ഇത് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ അന്ന് ഇതിന് അവതരണാനുമതി നൽകിയില്ല. കാരണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് എന്ന് സ്പീക്കർ വ്യക്തമാക്കി. ഈ വിഷയം സഭയിൽ ചർച്ചയ്ക്കെടുക്കാൻ കഴിയില്ല എന്ന് കാണിച്ചാണ് അന്ന് അതിന് അടിയന്തര പ്രമേയത്തിന്റെ അവതരണാനുമതി നോട്ടീസിൽ സംസാരിക്കുന്നതിന് പോലും അന്ന് അനുമതി നിഷേധിച്ചിരുന്നത്. അന്ന് പക്ഷേ ശക്തമായ പ്രതിഷേധം ഉണ്ടായി. മാത്രമല്ല, സഭ എന്ന വേഗത്തിൽ പിരിയേണ്ടി വരുന്ന ഒരവസ്ഥ. ഇന്നിപ്പോൾ കുറച്ചധികം സമയമെങ്കിലും സഭ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ അന്ന് അതുപോലും ആയിരുന്നില്ല. സഭ അതിശക്തമായ പ്രതിഷേധത്തിൽ മുങ്ങി പിരിയേണ്ടി വരുന്ന അവസ്ഥയെന്ന് കണ്ടതാണ്. അതിന് സമാനമായി തന്നെയുള്ളൊരു അവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം കോടതിയുടെ പരിഗണനയ്ക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമിരിക്കുന്നു. ആ വിഷയത്തിൽ EDയുടെ പരിശോധനയൊക്കെ നടക്കുന്നു. അങ്ങനെ പല വിധത്തിലുള്ള ഇടപെടലുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉണ്ടാകുന്നുണ്ട്. കോടതി ഇടയ്ക്കിടയ്ക്ക് ഇടക്കാല ഉത്തരവുകളൊക്കെ ഇറക്കുകയും ചെയ്യുന്നു. ആ വിഷയത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പുതുമയൊന്നും ഇപ്പോൾ ഇല്ല. സ്പീക്കർക്ക് വേണമെങ്കിൽ പറയാം ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകാൻ കഴിയില്ല എന്നൊരു കാര്യം പറയാം. പക്ഷേ അങ്ങനെയല്ല ഇന്ന് സ്പീക്കറും ഭരണപക്ഷാംഗങ്ങളും പറഞ്ഞത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് ചർച്ചയ്ക്കെടുത്തേനെ. പറയാനുള്ള കാര്യങ്ങൾ, ഞങ്ങൾക്കും നിങ്ങൾക്കും പറയാനുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾ കേൾക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട്. അതിനൊരൊറ്റ കാരണം മാത്രമാണുള്ളത്. ആ കാരണം എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും ഒരുമിച്ചുള്ള ഒരു ചിത്രം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധം പ്രതിപക്ഷത്തിനെതിരെ തിരിച്ചടിക്കാൻ ഭരണപക്ഷത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ വിഷയത്തിൽ ഭരണപക്ഷത്തിന്റെ നിലപാടിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും ഈ നിലപാട് അവർ ആവർത്തിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രതിപക്ഷം എന്തായാലും പറയുന്നത് നേരത്തെ 2 ആവശ്യങ്ങളാണ് ഈ വിഷയത്തിൽ അവർ ഉന്നയിച്ചിരുന്നത്. ഒന്ന്, ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പ്രശാന്തിനെ അവിടെ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക. അതോടൊപ്പം തന്നെ മന്ത്രി VN വാസവൻ ദേവസ്വം മന്ത്രി രാജിവെക്കുക തുടങ്ങിയ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചു. അതിൽ 50% ആവശ്യം അംഗീകരിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മന്ത്രിയുടെ രാജി കൂടിയാണ് ആവശ്യം. ആ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്കും ഇനിയില്ല, ചർച്ച നടത്തേണ്ട ആവശ്യമില്ല, മന്ത്രി രാജിവെക്കട്ടെ, അതിനുശേഷം പിന്നീട് ചർച്ചയാകാം എന്നുള്ള നിലപാടിലേക്ക് പ്രതിപക്ഷവും എത്തി നിൽക്കുന്നു. ഇനിയിപ്പോൾ ചൊവ്വാഴ്ച സഭ സമ്മേളിക്കുമ്പോഴും ഇപ്പോൾ കണ്ടതിന് സമാനമായി തന്നെയുള്ള കാര്യം ആവർത്തിക്കും എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. ശബരിമല സ്വർണ്ണക്കൊള്ള എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്ത് വലിയ വിവാദവും പ്രതിഷേധത്തിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിന് സമാനമായിട്ടുള്ള പ്രതിഷേധവും ചോദിക്കട്ടെ. ഇതിപ്പം 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനമാണ്. ഒരു അടിയന്തര പ്രമേയത്തിനൊരു വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതൊരു ആയുധമാക്കിയേ ഭരണപക്ഷം?
സ്വാഭാവികമാണ്. പക്ഷേ തുടർച്ചയായി പ്രതിപക്ഷം ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണ്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്കുള്ള ആവശ്യം ഉന്നയിച്ച് നോട്ടീസ് നൽകിയപ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറാകാത്തതിനാൽ ഇനി ഈ വിഷയത്തിൽ ചർച്ചയുടെ ആവശ്യമില്ല. തങ്ങൾ ഉന്നയിച്ച 2 ആവശ്യങ്ങളിൽ ഒന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ രാജിയാണ്. രണ്ടാമത്തെ ആവശ്യമുണ്ട്, അത് ദേവസ്വം മന്ത്രിയുടെ രാജിയാണ്. ആ ആവശ്യം കൂടി അംഗീകരിച്ച ശേഷം ഈ വിഷയത്തിൽ ചർച്ചയാകാം, അല്ലാതെ ഒരുവിധ ചർച്ചയുമില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ മറ്റു കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇതിനെ ഡൈലൂട്ട് ചെയ്യാനൊരു ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വിമർശിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ സോണിയാഗാന്ധിയുടെ അടക്കമുള്ള വിഷയം ഉന്നയിച്ചുകൊണ്ടൊരു പ്രതിരോധം തീർക്കാൻ ഭരണപക്ഷം ശ്രമിക്കുന്നു എന്ന ബോധ്യം പ്രതിപക്ഷത്തിനുമുണ്ട്. അതിനാൽ തന്നെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഇനി മുന്നോട്ട് പോകാൻ പ്രതിപക്ഷം തയ്യാറാകുമെന്ന് കരുതുന്നില്ല. അതിനാൽ തന്നെ ഈ വിഷയം ഇനി സഭയിൽ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഇന്ന് എന്താണോ നടന്നത്, നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ വിഷയത്തിൽ ചർച്ച ഉണ്ടാകും എന്നാണ്. ഈ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് എങ്കിലും സ്പീക്കർ ഒരുപക്ഷെ ആ വിഷയത്തിൽ ചർച്ച അനുവദിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിൽ അതിലൊന്ന് ഈ വിഷയമെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ദ്വാരപാലക ശില്പം കാണാതെ പോയതും കട്ടളപ്പാളി കാണാതെ പോയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡയറക്റ്റ് ഒരു ചോദ്യം വന്നാൽ മാത്രമേ അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായി ചർച്ച ഒഴിവാക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ശബരിമലയിൽ നടന്ന മൊത്തത്തിലുള്ള കൊള്ള സംബന്ധിച്ച് ഒരു നോട്ടീസൊക്കെ നൽകുകയാണെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ ഒരു ചർച്ചയാകാമെന്നൊരു ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചാൽ അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.